ബീജിംഗിലെ ചൈനീസ് സൈനിക ആസ്ഥാനത്ത് അന്ന് അലാറങ്ങൾ മുഴങ്ങി. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ അതിർത്തിയിൽ ചൈനീസ് റഡാറുകൾ ഒരു ഭീമൻ വസ്തുവിനെ തിരിച്ചറിഞ്ഞു. അതൊരു മിസൈൽ ആയിരുന്നില്ല, പക്ഷെ മിസൈലിനേക്കാൾ പ്രഹരശേഷിയുള്ള ഒന്നായിരുന്നു. അസമിലെ മൊറാൻ എന്ന ഗ്രാമത്തിലെ ദേശീയ പാതയിലേക്ക് ആ ഭീമൻ യുദ്ധവിമാനം പറന്നിറങ്ങുമ്പോൾ ലോകം കരുതിയത് അതൊരു അടിയന്തര ലാൻഡിംഗ് ആണെന്നാണ്. പക്ഷെ വിമാനത്തിന്റെ വാതിൽ തുറന്നപ്പോൾ കണ്ട കാഴ്ച ചൈനീസ് ജനറലുകളെ ഞെട്ടിച്ചു. സാക്ഷാൽ നരേന്ദ്രമോദി സൈനിക വേഷത്തിന് സമാനമായി കരുത്തോടെ അദ്ദേഹം ആ ഹൈവേയിലേക്ക് നടന്നിറങ്ങി. ശത്രുവിന്റെ മൂക്കിന് താഴെ യുദ്ധവിമാനത്തിൽ വന്നിറങ്ങി മോദി ലോകത്തോട് പ്രഖ്യാപിച്ചു, ഇത് 1962 അല്ല, ഇത് മോദിയുടെ ഇന്ത്യയാണ്. ഒരു ഹൈവേ എങ്ങനെയാണ് ചൈനയുടെ ഉറക്കം കെടുത്തുന്ന ആയുധമായി മാറിയത്? ഭാരതം ഒരുക്കിയ ആ രഹസ്യ ഉരുക്കുകോട്ടയുടെ കഥ നിങ്ങൾക്കറിയാമോ? ദശകങ്ങളോളം നമ്മുടെ വടക്ക് കിഴക്കൻ അതിർത്തികൾ അവഗണിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. റോഡുകൾ നിർമ്മിച്ചാൽ ചൈനീസ് സൈന്യം വേഗത്തിൽ കയറി വരുമെന്ന് ഭയന്ന് വികസനം മരവിപ്പിച്ച പഴയ കാലം നമ്മൾ കണ്ടു. എന്നാൽ 2014 ശേഷം കഥ മാറി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പുതിയ നയം പ്രഖ്യാപിച്ചു. അതിർത്തിയിൽ വികസനം വേഗതയിലാക്കുക, ശത്രുവിനെ ഭയപ്പെടുത്തുക. ചൈന ലഡാക്ക് മുതൽ അരുണാചൽ വരെ സൈനിക നീക്കം നടത്തുമ്പോൾ അവരെ നേരിടാൻ മോദി സർക്കാർ തിരഞ്ഞെടുത്തത് ലോകത്തിലെ തന്നെ ഏറ്റവും ബുദ്ധിപരമായ ഡിസ്പേഴ്സൽ വാർഫെയർ തന്ത്രമാണ്. അതായത് ശത്രു മിസൈൽ അയച്ച് നമ്മുടെ വിമാനത്താവളങ്ങൾ തകർത്താലും ഇന്ത്യയുടെ പോരാട്ടം നിൽക്കില്ല. നമ്മുടെ റഫേലും സുഖോയും നിങ്ങളുടെ നാട്ടിലെ ഹൈവേകളിൽ നിന്നും പറന്നുയർന്ന ശത്രുവിനെ തകർക്കും. എന്താണ് ഈ ഹൈവേകളുടെ പ്രത്യേകത? ഇത് വെറും ടാറിട്ട റോഡുകളല്ല. BJP സർക്കാരിന്റെ എഞ്ചിനീയറിംഗ് കരുത്ത്. 38 ടൺ ഭാരമുള്ള വിമാനങ്ങൾ 300 കിലോമീറ്റർ വേഗതയിൽ വന്നിറങ്ങാൻ പാകത്തിൽ 10ലധികം പാളികളുള്ള സ്പെഷ്യൽ കോൺക്രീറ്റ് സ്ട്രക്ചറാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ശത്രുവിന്റെ ഉപഗ്രഹങ്ങൾക്ക് സ്ഥിരം എയർബേസുകൾ കണ്ടെത്താം. എന്നാൽ ആയിരക്കണക്കിന് കിലോമീറ്റർ വരുന്ന ഇന്ത്യൻ ഹൈവേകളിൽ എവിടെയാണ് വിമാനം ഇറങ്ങുക എന്ന് പ്രവചിക്കാൻ ചൈനയുടെ അത്യാധുനിക AI സാങ്കേതികവിദ്യയ്ക്ക് പോലും സാധിക്കില്ല. വെറും 4.2 കിലോമീറ്റർ നീളമുള്ള ഈ ഒരു സ്ട്രിപ്പ് കൊണ്ട് മാത്രം ചൈനയുടെ കോടിക്കണക്കിന് രൂപയുടെ മിസൈൽ സാങ്കേതിക വിദ്യയാണ് ഇന്ത്യ നിഷ്പ്രഭമാക്കിയത്. പ്രധാനമന്ത്രി തന്നെ ഈ വിമാനത്തിൽ എത്തിയത് വെറും ഒരു പ്രകടനമല്ല, അതൊരു സൈക്കോളജിക്കൽ വാർഫെയർ ആണ്. തന്റെ സൈന്യത്തിന് ആത്മവീര്യം നൽകാനും ഇന്ത്യയുടെ 1 ഇഞ്ച് മണ്ണ് പോലും കണ്ണു വെക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് ലോകത്തോട് പറയാനും അദ്ദേഹത്തിന് സാധിച്ചു. രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ആന്ധ്ര, ഇപ്പോൾ അസം, മോദി സർക്കാർ രാജ്യത്തെ ഒരു വലിയ സൈനിക റൺവേ ആക്കി മാറ്റിയിരിക്കുന്നു. നമ്മുടെ സ്വന്തം തേജസ് വിമാനങ്ങൾ ഈ റോഡുകളിൽ നിന്നും ഗർജിച്ച് പായുമ്പോൾ അത് ഓരോ ഭാരതീയന്റെയും നെഞ്ച് വിരിക്കുകയാണ്. ആത്മനിർഭർ ഭാരതം എന്നാൽ ആയുധത്തിൽ മാത്രമല്ല, ആത്മവിശ്വാസത്തിലും കൂടിയാണെന്ന് മോദി തെളിയിച്ചു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിനുള്ള വ്യക്തമായ മറുപടിയാണത്. നിങ്ങൾ അതിർത്തിയിൽ റെയിൽവേയും റോഡും നിർമ്മിച്ചാൽ ഇന്ത്യ അതിനേക്കാൾ വേഗത്തിൽ യുദ്ധവിമാനങ്ങൾ ഇറങ്ങുന്ന രാജപാതകൾ നിർമ്മിക്കും. 140 കോടി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ മോദി സർക്കാർ എടുക്കുന്ന ഈ വിപ്ലവകരമായ തീരുമാനങ്ങളിൽ നിങ്ങളുടെ അഭിമാനത്തെക്കുറിച്ചുള്ള ആ കമന്റുകൾ രേഖപ്പെടുത്തുക.